ദീപാരാധനയ്ക്കായി ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാത്തിരുന്നത്. സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാനായി കാത്തിരിക്കുന്ന ഭക്തരുടെ ഇടയിലേക്ക് തിരുവാഭരണം എത്തുന്നത്. തിരുവാഭരണം ആദ്യ പേടകങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഇതിലെ ആദ്യ പേടകം അത് അയ്യപ്പനുള്ള ആഭരണങ്ങളാണ്, തിരുവാഭരണങ്ങളാണ്. നേരത്തെ ശ്രീ വിനോദ് കുമാർ പറഞ്ഞതുപോലെ തിരുമുഖമടക്കമുള്ള ആഭരണങ്ങൾ, ആ ആഭരണങ്ങൾ അണിഞ്ഞ് അയ്യപ്പനെ കാണണം എന്ന അച്ഛൻ്റെ, പന്തളം രാജാവിൻ്റെ ആഗ്രഹം അത് സാധ്യമാകുന്ന ദിവസമാണ് ഇന്ന്. അഡ്വക്കേറ്റ് വിനോദ് കുമാർ തുടരുന്നുണ്ട്. ശ്രീ വിനോദ് കുമാർ, ഈ സമയത്ത് നമുക്ക് തിരുവാഭരണത്തിൻ്റെ പ്രസക്തിയെ കുറിച്ചുകൂടി പറയണം. നമ്മൾ എന്തൊക്കെയാണ് ഈ ആദ്യ പേടകത്തിലുള്ളത് എന്ന് നേരത്തെ ഒന്ന് പറഞ്ഞു വെച്ചിരുന്നു. എങ്കിലും അതിൻ്റെ പ്രാധാന്യം, ഒരച്ഛൻ്റെയും മകൻ്റെയും ബന്ധം കൂടി, അതിൻ്റെ ആ കഥയിലേക്ക് കൂടി ഒന്ന് പോകും. സ്വാമിയെ ശരണമയ്യപ്പ. അതേക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എങ്കിലും തിരുവാഭരണത്തിലെ ആമാടപ്പെട്ടിയുടെ രൂപത്തിലുള്ള തിരുവാഭരണ പെട്ടിയിലുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മീശയോടും കിരീടത്തോടും കൂടിയുള്ള തിരുമുഖം, അതുപോലെ വാൾ, ചുരിക, അരപ്പട്ട, ഇതൊക്കെ യുദ്ധത്തിന് വേണ്ടിയുള്ള സാമഗ്രികളാണ്. അതുകൂടാതെ പൂർണ്ണ പുഷ്കല വിഗ്രഹവും ലക്ഷ്മി രൂപവും കുതിര, ആന, പുലി എന്നീ വിഗ്രഹങ്ങളും അതിനകത്തുണ്ട്. ഇത് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അച്ഛൻ്റെ ആഗ്രഹമാണ്. ലൗകിക ജീവിതം വെടിഞ്ഞ് പരമപദത്തിലേക്ക് എത്താനുള്ള മകൻ്റെ ആ ഒരു പോക്കിൽ മനം നൊന്ത ഒരു സാധാരണക്കാരനായ അച്ഛൻ്റെ ഒരു വിലാപം ഇല്ലാതാക്കാൻ വേണ്ടി ഒരു മകൻ ചെയ്ത പരിഹാരക്രിയകളാണ്. ഒരു ദിവസമെങ്കിലും ഈ മകരസംക്രമ വേളയിലെങ്കിലും, മകരവിളക്ക് ദിവസമെങ്കിലും അച്ഛൻ്റെ ആഗ്രഹപ്രകാരമുള്ള ഒരു മകനായി രാജാവിൻ്റെ രൂപത്തിൽ, യോദ്ധാവിൻ്റെ രൂപത്തിൽ എല്ലാവരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാം എന്നൊരു വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം ഒരു യോദ്ധാവായി കാണണം, ഒരു രാജാവായി കാണണം ലൗകിക ജീവിതത്തിൽ. പക്ഷേ ഒരു കടമ പൂർത്തിയാക്കി, ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ കടമ എന്ന് പറഞ്ഞ് ജനനം മുതൽ മരണം വരെ ഉള്ള കടമകളുടെ ഒരു കടലാണ്. ഈ കടമകൾ പൂർത്തിയാക്കി പരമപദത്തിലേക്ക് എത്തുമ്പോഴാണ് ആ ജന്മം പൂർത്തിയാക്കുന്നത്. അയ്യപ്പൻ ജനിച്ചു, ഒരു മനുഷ്യനായി തന്നെ ജനിച്ചു. അദ്ദേഹത്തിൽ അർപ്പിതമായ കർത്തവ്യങ്ങൾ നിറവേറ്റി അദ്ദേഹം പരമപദം പോവുകയാണ്. പക്ഷേ ഒരു പിതാവിൻ്റെ സ്നേഹം, ഒരു മാതാവിൻ്റെ സ്നേഹം എന്താണെന്ന് നേരിട്ടറിയാവുന്ന അയ്യപ്പൻ ഒരു ദിവസത്തേക്ക് പിതാവിൻ്റെ ആഗ്രഹപ്രകാരം നല്ലൊരു മകനായി പ്രത്യക്ഷപ്പെടാനുള്ള ഒരു അനുഗ്രഹമാണ് ആ പിതാവിന് കൊടുത്തിരിക്കുന്നത്. ആ പിതാവിൻ്റെയും പുത്രൻ്റെയും ബന്ധം, അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ ആജ്ഞ അനുസരിക്കാനുള്ള, പിതാവിൻ്റെ ആജ്ഞ അനുസരിക്കാനുള്ള ഒരു പുത്രൻ്റെ കർത്തവ്യബോധവും ഈ ഐതിഹ്യങ്ങൾ നമുക്ക് കാണാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ ഒരു അവസരത്തിൽ ഞാൻ പോകുന്നില്ല. പുലിപ്പാലിന് പോയ കഥയും അച്ഛൻ പോകണ്ട എന്ന് പറഞ്ഞിട്ടും പുലിപ്പാലിന് അമ്മയുടെ വാക്കനുസരിച്ച് പോയ മകനെയും നമുക്കറിയാം. അപ്പോൾ അത് അച്ഛനോടും അമ്മയോടുമുള്ള കടമ നിർവഹിക്കുന്ന ഒരു മകൻ്റെ ഒരു ഉത്തമ ധാർമ്മിക ബോധമാണ്. ആ ബോധം ഇന്നത്തെ തലമുറ ഒന്നുകൂടി നമ്മൾ വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബന്ധങ്ങളിലും ഒക്കെ മൂല്യച്യുതികളും ശിഥിലമാറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഒന്നുകൂടി ആ ബന്ധങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും ശ്രീ വിനോദ് കുമാറാണ് നമുക്കൊപ്പം ഉള്ളത്, വിവരണം നൽകുന്നത് അദ്ദേഹമാണ്. ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് പ്രവേശിക്കുകയാണ്. 18-ാം പടിക്ക് താഴെ എത്തിയിരിക്കുന്നു. തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ 18-ാം പടിക്ക് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ കൊടിമരച്ചുവട്ടിൽ സ്വീകരണം നൽകുന്നുണ്ട് ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക്. മന്ത്രി VN വാസവനെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടു. അദ്ദേഹം അടക്കമുള്ള ആളുകൾ അവിടെ സ്വീകരണത്തിനായി തയ്യാറായി നിൽക്കുകയാണ്.
തിരുവാഭരണം ഇതാ അയ്യപ്പന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ശ്രീകോവിൽ നട അടച്ചിരിക്കുകയാണ്. തിരുവാഭരണം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇനി നട തുറക്കുമ്പോൾ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ കഴിയും. ഒരു മണ്ഡലകാലത്തിന്റെ ഏറ്റവും സുവിശേഷമായ മുഹൂർത്തത്തിലേക്ക് ആണ് നമ്മൾ കടന്നിരിക്കുന്നത്.